ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് നീ കേട്ടാ മതി ട്ടാ. ആ വണ്ടി എടുത്തിട്ട് ഇതാ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടാ. ബച്ചേക്ക് മാനേജറാണ് ഓഫീസിൽ നിന്ന്. ആണല്ലേ? ഓ വലിയ വണ്ടി കച്ചവടക്കാരനാണ്. നീ എന്താ ഗൾഫിൽ നിന്ന് വന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച. ഇവിടെ നമ്മളോട് ഗൾഫിൽ എന്ത് സെറ്റപ്പ് ആയിരുന്നു, ഒക്കെ പോയി, എല്ലാം പോയി കംപ്ലീറ്റ്. അവിടെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. അതെന്നെ. ഗൾഫിലുള്ള ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്റെ അടുത്ത് കടം ചോദിച്ചു. ആണോ? ഗൾഫിലുള്ള ആൾക്കാര് നമ്മൾ അവിടുന്ന് കടം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്ത് നീ എന്താ വന്നതെന്നാണ്? ഞാൻ വന്നത് പറഞ്ഞല്ലേ എന്റെ ഒരു വണ്ടി ഒരു കച്ചവടത്തിന്റെ കാര്യത്തിന് വേണ്ടി. നിനക്ക് വണ്ടി എടുക്കാനാണ് നീ വെയിറ്റ്. ഒരു മന്നൂതി ഒരുത്തം വരുന്നുണ്ട് രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് ഒരുത്തം വന്നിട്ടേ ഒരു വണ്ടി വിൽക്കാണ്ടെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ലക്ഷം രൂപ എന്തായാലും ലാഭം കിട്ടും. രാവിലെ എത്ര മണിക്ക്? 7:30. ഒരു 7 നിനക്ക് എങ്ങനെ മനസ്സിലായി? 7:30 ഒരു 9447312725. അത് തന്നെ ഞാൻ ഇതില് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ പൊട്ടാത് ഞാനാണ്. നീയാ? എന്റെ വണ്ടി കൊടുക്കാനുണ്ട്, അതിന് വേണ്ടി വിളിച്ചാണ് ഞാൻ. എടാ നീ അവിടെ വലിയ ബെൻസിലൊക്കെ നടന്നിട്ട് ഇപ്പൊ ഈ വണ്ടി ഇവിടെ നീ എന്തിനാ വണ്ടി വിൽക്കുന്നത്? വേറെ വണ്ടി പുതിയത് എടുക്കാനാണാ? തെണ്ടി കുത്തോളം എടുത്തു പോയി. എടാ നിനക്കറിയാലോ നമ്മളന്ന് അവിടെ ദുബായില് മറ്റേ അൽ റഹ്മാൻ റെസ്റ്റോറന്റിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു സംവിധായകൻ വന്ന് പരിചയപ്പെട്ടില്ലേ? എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവൻ അവിടെ അൽ റഹ്മാൻ റെസ്റ്റോറന്റിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അവനോട് ഷോയ്ക്ക് വന്നതാണ്, അവന്റെ പടം പിടിക്കാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? വലിയ സിനിമ സംവിധായകന്റെ അസിസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന് എന്നിട്ട് അവന് ഞാനൊരു മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അത് തന്നെ. അവൻ അവസാനം എന്നെ സോപ്പിട്ട് കുപ്പിയിലാക്കി എന്നെ കൊണ്ട് പൈസ ഇറക്കിപ്പിച്ച് പടം പിടിച്ച് തമ്പുരാനി. എന്നിട്ട് ഇപ്പതേ അത് റിലീസിൽ പോലും എടുക്കാതെ ആൾക്കാര് പെട്ടിയിരിക്കണം ആ പടം. ഞാൻ ആകപ്പാടെ തെണ്ടി കുത്തോളം എടുത്തിരിക്കുന്നു. നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഏതായാലും അറിഞ്ഞു വന്നായി. ഞാനൊരു പടം പിടിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്തായാലും ഒരു മലയാളം പടമെങ്കിലും പിടിച്ച് നമ്മുടെ പേരൊന്നും കിടക്കണമല്ല. നീ ഒരു കാര്യം ചെയ്യും, ആ പിടിക്കാൻ വെച്ച കാശെടുത്ത് എനിക്കിതാ. എന്തിടാ? ജപ്തിയായ ആ വീടൊക്കെ ജപ്തിയൊക്കെ ആ കാശ് തിരിച്ചെടുത്ത് ഞാൻ ആ വീടൊക്കെ തിരിച്ചു പിടിക്കട്ടെ. നീ മൊത്തം അടി പോയാപ്പാ. ഒന്നും പറയണ്ട. എടാ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രണ്ടിലുള്ള തട്ടുകളിൽ പാത്രം കഴുകാൻ നിൽക്കണവനാണ് ആ സംവിധായകൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താണ് ഇതുപോലെ പ്രവാസി മലയാളികളെ പറഞ്ഞ് പറ്റിച്ച് കുപ്പിയിലാക്കി പടം പിടിക്കണ ഒരുപാട് ചാണാപ്പുളി സംവിധായകരുണ്ട്. ഇവരുടെയൊക്കെ വലയിൽ വീഴാതെ നോക്കണം, അതാണ് കഴിവ്. എന്റെ റബ്ബേ. ലിപ്സ്റ്റിക് എടുത്തില്ലേ? ഉവ്വ് മാഡം. ഹായ്. ഹലോ. ഇവൾ അൾത്താര, ഈ ഡീസന്റ് ലേഡീസ് ഹോസ്റ്റലിലെ തിളക്കമുള്ള സിനിമാ താരം. ലിപ്സ്റ്റിക് അൾത്താര എന്നാണ് ലേഡീസ് ഹോസ്റ്റലിൽ ഇവൾ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അൾത്താര അല്പം തിരക്കുള്ളൊരു താരം കൂടിയാണ്. സത്യത്തിൽ ഞാൻ ഈ പടം എടുക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയാണ്. നായകന് വലിയ പ്രാധാന്യമില്ല. നായികയുടെ ചുറ്റും കിടന്ന് കുളിക്കുന്ന നിങ്ങൾക്കാണ് പ്രാധാന്യം. വൃത്തിയുള്ള വേഷമാണ്, കുളിക്കാണ് പ്രാധാന്യം. നാട്ടിൽ കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളൂ കേട്ടോ, എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട്. കുളിക്കാതെ പോലെ ഞാൻ പറഞ്ഞു. അയ്യേ കുളിക്കാതെ പോയി. അവര് പോയെങ്കിൽ പോട്ടെ, അടുത്ത സിനിമയിൽ നിങ്ങളാണ് എന്റെ നായികമാർ. ഇത് സോജൻ ഭായ്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തയുടെയും ഏക മകൻ. ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ. ഹലോ, ഡയറക്ടർ സോജൻ ഭായ്. സരസ് എവിടെയുണ്ട് സരസ്? അയ്യോ ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു, മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ? ആ സിനിമ തുടങ്ങി, ഇന്ന് തുടങ്ങുന്നു. ആ പോന്നോ ഇന്ന് രാത്രി തന്നെ പോന്നോ. നാളെ സീനുണ്ട്. നായിക കുളിക്കുമ്പോ ചുറ്റും കൂടി നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നത്. കൂട്ടുകാരികളൊക്കെ വിളിച്ചോ, എല്ലാവർക്കും സീനുണ്ട്. പിന്നെ ഡയലോഗ് ഉണ്ടോന്നോ? ഡയലോഗ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി വരാൻ പറഞ്ഞത്. ഡിസ്കഷൻ. സരസ് സാറേ വെള്ളം. എടോ മറ്റേതില്ലേ കുപ്പിയില്ലേ, ഷൂട്ടിങ് ചെയ്യുമ്പോ തരാം. തന്നാ മതി. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത്? കൊറേ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതൊന്നും വേണ്ട. ഇങ്ങനെ വെട്ടിക്കളയല്ലേ, ആ എഴുത്തുകാരൻ വന്ന വലിയ സീനാവുന്നു. വലിയ സീനാവോ? എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി. ആൾത്താര കാറിൽ വരുന്നു. ആരാടോ ഈ ആൾത്താര? അത് നമ്മുടെ നായിക. അയ്യോ എന്നാ വിളി. എടോ കൂളിംഗ് ഗ്ലാസ് അവിടെ. പോക്കറ്റ് കുത്തി വെച്ചേക്കണ. Hi. Hi. Good morning, sir. Very good morning. Please sit down. Oh, thank you. Actually, sir, എന്താണ് എന്റെ വേഷം? എന്താണോ വേഷം? എന്നോടാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഈ വേഷം മതി. ഇത് നല്ല വേഷമാണല്ലോ, ഇത് എവിടെ നിന്ന് മേടിച്ചു കൊടുക്കും?
ആക്ച്വലി സർ ഞാൻ അതല്ല മീൻ ചെയ്തത്. എന്റെ ഇതിനകത്ത് ക്യാരക്ടർ എന്താണ്? അഹങ്കാരിയായ ഒരു പൊച്ചങ്ങക്കാരിയായിട്ടാണ്. വാട്ട് ഈസ് പൊച്ചങ്ങ സർ? പൊച്ചങ്ങയല്ല, പൊങ്ങച്ചക്കാരി. Oh my god, that's really fantastic. അതാവുമ്പോ മാഡത്തിന് നന്നായി അഭിനയിക്കാൻ പറ്റും. ഏതാണ് ഈ സാധനം? അമ്മയാണോ? എന്റെ ആയിയാണ്. ആയൊക്കെ അഭിനയിക്കണോ? നല്ല കിടിലം വേഷം തരാം. വേണ്ട No sir. നായികയുടെ കൂടെ കുളിപ്പിക്കാം. ആയിക്കോ. Sir, it's too hot here. Climax ഭയങ്കര മോശമല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ക്ലൈമാക്സ് മോശമാണെന്ന്. എടോ ഇത് കണ്ട, വായിക്കുന്നതിന് മുമ്പ് നായിക പറഞ്ഞ ക്ലൈമാക്സ് മോശമാണെന്ന്. എടോ ഇത് കൊണ്ടുവരുന്നത് ആ സ്ക്രിപ്റ്റിനോട് വേറെ ക്ലൈമാക്സ് കൊണ്ടുവരാൻ. ഓ എന്റെ സാറേ മാഡം പറഞ്ഞ അതല്ല, ക്ലൈമറ്റ് മോശമാണെന്ന്. കാലാവസ്ഥ ചൂട് ചൂടേ ചൂട്. അപ്പൊ ഇതല്ല. ഞാൻ അത് തന്നെയാണ് സർ മീൻ ചെയ്തത്. ആണല്ലേ? പക്ഷെ എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും അപ്പൊ തെറ്റിപ്പോകുന്നു സർ. അത് ലിപ്സ്റ്റിക്കിന്റെ ആയിരിക്കോ? എനിക്ക് തോന്നുന്നത് ലിപ്സ്റ്റിക്കിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. സർ ഞാൻ ലിപ്സ്റ്റിക് മാറ്റിക്കോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. സാധാരണ മാറ്റേണ്ടി വരും. സർ ഞാൻ എന്ത് ചെയ്യണം? പോയിക്കോളൂ, റെസ്റ്റ് ചെയ്തോളൂ. റെസ്റ്റോ? ഓക്കേ. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഓ എന്റെ കൈ. ബൈ. ഷെയ്ക്കാൻ്റെ കുഴപ്പമില്ല, ഇത് തന്നെ മതി. ഓക്കേ. നായിക കടന്നു പോകുമ്പോൾ നായകൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ചൂളം വിളിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് കൂടി നായികയുടെ അച്ഛൻ കടന്നു പോകുന്നു. വായി തോന്നിയൊക്കെ എന്തിനാണ് ഇതൊക്കെ വെട്ടിക്കളയണത്? എടോ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? ഡയറക്ഷൻ അറിയാവുന്നവർക്ക് ചെയ്യാൻ ആ പറ്റും. ജ്യൂസ്. തന്നെ നടി വിളിക്കണം. തന്റെ പേരെന്താ? എന്റെ പേര് ജോസ്. അയ്യോ ജോസേ, ഞാൻ ജോസ് എന്നല്ല ഉദ്ദേശിച്ചത്, ജ്യൂസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ജ്യൂസ് വന്നില്ലേ? കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് ബദാം പരിപ്പും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി ജോസ് എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ഇപ്പൊ കൊണ്ടുവരാം. ഓക്കേ, പ്രൊഡ്യൂസർ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? അയ്യോ പോട്ടാ, ദൂരെ പോട്ടാ. സാറേ ആ നടി പറഞ്ഞ കേട്ടാ, അവർക്ക് കുങ്കുമപ്പൂവും അണ്ടിപ്പരിപ്പൊട്ടൊരു ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ. അവളെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ കീറിയ നൈറ്റിയും ചമ്മന്തി കഞ്ഞിയും കുടിച്ചോണ്ടിരുന്നവളാ. ഇപ്പൊ അവൾക്ക് അണ്ടിപ്പരിപ്പും ജ്യൂസും. ഒരു കാര്യം ചെയ്യ്, കഞ്ഞി വെള്ളത്തിൽ ഇച്ചിരി മധുരമായിട്ട് സ്ട്രോ ഇട്ട് കൊടു. അപ്പൊ അണ്ടിപ്പരിപ്പ അല്ല പിന്നാക്കം കളിക്കി കൊടുക്കണോ? മതിയില്ലേ? ഈ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. വണ്ടാരടങ്ങ് ദൂരെ പോട്ടാ, പണിയൊന്നുമില്ല. വേണ്ട, ക്ലോസ് വെക്കാം. നായികയല്ലേ, നായകനെ വൈഡ് വെക്കാം. നായികയുടെ അപ്പനെ എവിടെയെങ്കിലും വെക്കാം. ഇത് ഇവിടെ വെക്കണ്ട, അവിടെ വെക്കണ്ടത്. എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡയറക്ടറിനെ ചോദ്യം ചെയ്യും. മാഡം ഇതാ. താങ്ക് യു മിസ്റ്റർ ജോസ്. യു ആർ സോ ഓ അങ്ങനെയൊന്നുമില്ല. ആൾക്കാരുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ. 1 2 3 4 5 6 7 8 9 10. ഇനി എന്റെ എല്ലാ സിനിമയിലും ആൾക്കാർ തന്നെയായിരിക്കും നായിക. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമസ്കാരം. എന്താ കാര്യം? സാർ ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും. എന്നാ ദൂരെ പോയിട്ട് അഭിനയിച്ചോ. അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം. അത് ശരി. എനിക്ക് തന്നെ ആകപ്പാടെ 2 വേഷമേ ഉള്ളൂ. ഇത് തന്നെ മാറി മാറിയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ പിന്നെ എന്റെ വേഷം നിങ്ങൾക്ക് ഞാൻ വിത്തൗട്ട് നിൽക്കോ? ഓ അവരതല്ല പറഞ്ഞത്. അവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് കൊടുക്കണോ? റോള് ആൾക്കാരാ ഇവർക്ക് റോള് കൊടുക്കണോ? പക്ഷേ പറ്റത്തില്ല. എന്റെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഫിസ്ക് ആയി പോയി. ഫിസ്കോ? എടാ ഫിസ്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം കൈ കൊടുത്ത് ഉറപ്പിച്ചെന്ന്. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റോള് എന്റെ അടുത്ത സിനിമയിൽ തരാം. പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം. സാർ സിനിമയ്ക്ക് പറ്റിയ ഒരു ഉഗ്രം കഥ ഞങ്ങളിലുണ്ട്. അതിന് പറ്റിയ ഒരു പ്രൊഡ്യൂസർ നമ്മ കയ്യിലിருக்கு. എന്നാ പിന്നെ ഒരു ഉഗ്രൻ ഡയറക്ടർ ഉണ്ട്. അതാരാ? ഞാൻ. നിങ്ങള് കഥ പറ. സാർ കഥയുടെ പേര് പറഞ്ഞ സാറ് ഞെട്ടും. ഞെട്ടാം, പറയൂ. കഥയുടെ പേരെന്താന്ന് അറിയാമോ? അണക്കെട്ട് 999. വാട്ട് എ ബ്യൂട്ടിഫുൾ പേർ. അണക്കെട്ട് 999. ഈ സിനിമ ഡയറക്ട് ചെയ്താൽ ഞാൻ ഹോളിവുഡിൽ അണ്ടർവെയർ പ്രിൻസ് ആകും. 9 ഉമ്മ. എന്റെ രണ്ടാമത്തെ 9 ഉമ്മ, മൂന്നാമത്തെ 9 ഉമ്മ. നിങ്ങൾ ഈ 3 കൂടി അണക്കെട്ട് പൊളിക്കും. എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അണക്കെട്ട് 999. എത്ര നേരം ഇതുവരെ വർക്ക് തുടങ്ങിയിട്ടില്ല. ആണോ? മണി 10 ഈ അണ്ണാച്ചി എവിടെ പോയി കിടക്കുകയാണ്? പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം പാടില്ല. 9 മണിക്ക് വരാൻ പറഞ്ഞ 9 മണിക്ക് വരാം. കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് 10 മണിക്ക് വന്നിട്ട് കാര്യമില്ല. ഈ ഡയറക്ടർ സാജൻ ഭായിനെ അറിയില്ല അണ്ണാച്ചിക്ക്. എനിക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടല്ല. തനിക്കറിയാമോ ഹോളിവുഡിൽ നിന്ന് വരെ ഡയറക്ടർ ചെയ്യാൻ ഫോൺ വിളിച്ചിട്ട് പോകാതെയാണ് ഈ അണക്കെട്ട് ഞാൻ ചെയ്യാൻ നിന്നത്. അതിന് താന്റെ പുറത്തിട്ട് കയറണം എന്തിനാണ്? നീ എന്റെ മുഖത്ത് ഓ പിന്നെ അസിസ്റ്റന്റ് അഹങ്കാരം കണ്ടില്ല അവന്. ശരിയാക്കടാ, എല്ലാത്തിനും ഞാൻ ശരിയാക്കാം. എന്താണ് എന്ത് ഷൂട്ടിംഗ് പ്രൊഡ്യൂസർ പറഞ്ഞു? അയാളാണല്ലോ കാശിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ്
ഒരു കാര്യം ചെയ്യ്, ഇനി പ്രൊഡ്യൂസർ വന്നില്ലേ കുഴപ്പമില്ല, ഈ പണ്ടാരം പടം തുടങ്ങാം. நடக்க மாட்டேன். நடக்க காசு முடக்கணும் நம்ம அண்ணா வரத ஷூட்டிங் தொடங்க மாட்டேன். എവിടെയാടാ നിന്റെ അണ്ണാൻ? அண்ணா പറഞ്ഞ மாதிரி அண்ணா லேட்டா வந்தாலும் லேட்டஸ்டா வரும். എന്നിട്ട് കാണുന്നില്ലല്ലോ. ஏ பாரு. നമസ്കാരം, നമസ്കാരം. സാർ. കുറച്ച് താമസിച്ചു പോലെ കുഴപ്പമില്ല, ഷൂട്ടിങ്ങിന് നേരമായി. அப்படியா? நான் முனியாண்டி இந்த படத்துக்கு ப்ரொடியூசர் தெரியுமில்ல? ഇനി എല്ലാത്തറിയും അറിയാം. ഇവന്മാരൊക്കെ പറയാ പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞു കാശ് മുടക്കണം, വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതിയെന്ന്. ഇതാണ് നമ്മുടെ നായിക ആൾത്താര. വണക്കം സർ. അത് വന്ന് ക്ഷയിക്കാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കാശ് മുടക്കണം. நான் 1 ரூபா முடக்கே 100 ரூபா முடக்கே மாதிரி. അത് പള്ളി പറഞ്ഞാൽ മതി. 1 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 രൂപ മുടക്കിയ പോലെ 99 ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാ. അതൊന്നും പ്രശ്ന ഇല്ല. இந்த படத்துக்கு என்ன கதை? ഈ പടത്തിലെ കഥ എന്ന് പറഞ്ഞാൽ പേര് അണക്കെട്ട് 999. அந்த கதை. അത് അണക്കെട്ട്. അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമം നിൽക്കുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ്. ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളഞ്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തുളഞ്ചു പോകുമ്പോൾ നമ്മുടെ നായകൻ നായികയായ പെൺകുട്ടിയെ കണ്ടുമുട്ടും. അവര് തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു. അവസാനം ഈ വഞ്ചിക്കാരനെ കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു. അങ്ങനെ അണക്കെട്ട് പൊട്ടുന്നു 9 കഷ്ണമായിട്ട്. അടിപൊളിയാണ്. 8 നിലക്ക് പൊട്ടും. அப்ப ഞങ്ങളുടെ വേഷം. എടാ നിങ്ങൾക്കൊന്നും ഇതിൽ വേഷമില്ല. ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ്. അദ്ദേഹത്തിന് 60 70 വയസ്സുണ്ട്. നിങ്ങളൊക്കെ 10 30 വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ. നിങ്ങൾ ശരിയാകില്ല. ഒരു വയസ്സനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായിട്ട്. അതിപ്പോ ഞങ്ങൾ ശരിയാക്കി തരാം. ഞങ്ങൾ ഇപ്പം തലയിൽ ബിഗൊക്കെ വെച്ച് എന്നാ വയസ്സനായിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആരെങ്കിലും പോയി വയസ്സായിട്ട് വാ. അണ്ണാ താങ്ക്സ് അണ്ണാ. ஓ மூஞ்சி மேய்க்கிட்டு வாடா. പോയി വയസ്സാകടി. ഓ, വരൂ. അണ്ണാച്ചി ഇടയ്ക്ക് വെച്ചിട്ടേച്ച് പോവല്ലേ.